ഹായ് ഗായ്സ്, നമസ്കാരം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാണ്. ഗൾഫിലും അതേകൂടെ തന്നെ മിഡിൽ ഈസ്റ്റുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു സ്വപ്നമാണ് നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ കുടിയേറുമ്പോൾ ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളത്. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു വീട് വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷേ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീട് വാങ്ങിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് വന്ന് ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു വീട് വാങ്ങിച്ചു. ആ വീടിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇവർക്കും ഒരിക്കൽ കൂടി ഓസ്ട്രേലിയൻ ട്രാവലിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൊച്ചു ഭവനം എന്ന് പറയുന്നത്. വലിയ വീടല്ല, ചെറിയ വീട് തന്നെയാണ്. നമുക്കിവിടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോകും. സാധാരണ എല്ലാവരും നമ്മുടെ സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് ഗ്യാരേജ് ഉപയോഗിക്കാറെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കയറ്റിടാൻ തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ മുൻവശത്തെ ഫ്രണ്ട് യാർഡ് നമുക്കിവിടെ കാണാം. പച്ച കാണുന്നവരെയൊക്കെ നമ്മുടെ അതിരാണ്. പിന്നെ ഇത് നമ്മുടെ ചുറ്റോട്ടെന്ന് പറയുന്നത് ശാന്തമനോഹരമായ നല്ല അടിപൊളി ഒരു ഏരിയയിലാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ബഹളങ്ങളൊന്നുമില്ല, വലിയ ഒച്ചപ്പാടൊന്നുമില്ല, നമുക്കിരിക്കാൻ പാകത്തിനുള്ളൊരു ഏരിയ ആണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു ഡബിൾ ഡോർ സെറ്റപ്പ് ഡോറാണ്. ഇതിങ്ങനെ തുറക്കുന്നത് നമ്മുടെ ഈ ഫ്ലൈസ് ഒന്നും കയറാണ്ടിരിക്കാനുള്ളൊരു നെറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഡോറ് നമ്മൾ കയറുന്ന ഹോളിലേക്കാണ്. ഹോളിൽ നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേക്കൂട്ട് തന്നെ ഒരു പ്രെയർ യൂണിറ്റ് അവിടെ ആ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു റിക്ലൈനബിൾ സോഫയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ടി വി ഒക്കെ കാണാൻ അടിപൊളിയല്ലേ. പിള്ളേരുടെ കീബോർഡും കാര്യങ്ങളെല്ലാം ആ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോളിൽ നിന്നും നേരെ നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ പ്ലസ് കിച്ചനോടെ കൂടി ഒരു ഓപ്പൺ കിച്ചപ്പ് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇവിടെ ഒരു ഹായ് പറഞ്ഞേരേ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആർ യു ഹാപ്പി? ഓക്കെ. ഇവിടെ പുതിയ വീട്ടിൽ വന്നിട്ട് വൈനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലോണ്ട്രി റൂമാണ്. നമ്മുടെ ഡ്രയർ, അതേക്കൂട്ട് തന്നെ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോണ്ട്രി റൂം ഈ ഭാഗത്തായിട്ട് ഒരു ലോണ്ട്രി റൂമുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബെഡ്റൂമാണ്. ആ റൂമിൽ നമുക്കിപ്പോൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട്. ഫാൻ ഓൺ ചെയ്യണമെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്ക് റിമോട്ടിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അലമാരയും ഭാഗങ്ങളും ഇവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള റൂമുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ പിള്ളേർക്കുള്ള 2 കട്ടിലുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരവിടെ കിടക്കണം. അവരുടെ അലമാരയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കടന്ന് പോരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഇത് ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ ക്ലോസറ്റും പരിപാടി മാത്രമല്ല, അതൊക്കെ കാണിക്കുന്നില്ല. ഇത് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തായിട്ടുണ്ട്. അതേ കൂട്ട് തന്നെ നമുക്ക് ടോയ്ലറ്റും ബാത്റൂം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിന്ന് കുളിക്കാനും എല്ലാം പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞത്. നമ്മുടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറി എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കൂളർ ഇവിടെ ഉണ്ട്. ബ്ലൈൻഡ്സ് അവിടെ ആ ഭാഗത്തുണ്ട്. ഇതേ കൂടെ ഒരു വലിയൊരു ഒരു കണ്ണാടി ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇതൊരു സ്റ്റോറേജ് ആണ്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജാണ്. 2 സൈഡിലും നമുക്കിടാൻ പറ്റുന്ന ഒരു വലിയൊരു സ്റ്റോറേജ് ഇവിടെ ഈ ഭാഗത്തുണ്ട്. അത് ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ന്യായമായിട്ടുണ്ട്. ഇത്രയാണ് വീടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ പുറവശത്തേക്ക് ഇറങ്ങി നോക്കാം. പുറവശത്ത് നമുക്ക് ബാക്ക് യാർഡും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാറ്റിയോ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒന്ന് ചെയ്തെടുക്കും. നമ്മുടെ ഗ്യാരേജ് ഇവിടെ ഉണ്ട്. ഗ്യാരേജിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ അതിരുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തക്കാളി, അതേക്കൂട്ട് തന്നെ മത്തങ്ങ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മത്തങ്ങ, അതേക്കൂട്ട് തന്നെ നമ്മുടെ കറിവേപ്പ്, പുതിന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഷെഡ് പോലുള്ള സംഭവമുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കൂടെ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഷെഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണങ്ങിയിടാൻ പാകത്തിനുള്ള ഒരു ക്ലോത്ത് ലൈനറും ഇവിടെ ഈ ഭാഗത്തുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കിടക്കുന്ന പോകുമ്പോൾ നമ്മുടെ വീടൊരു നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഒരു 572 മീറ്റർ സ്ക്വയറാണ് നമ്മുടെ ലാൻഡ് വരുന്നത്. നമ്മുടെ ബീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വഴുതനങ്ങ, വെണ്ടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാണാം. അതേക്കൂടെ തന്നെ പയർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല
പയറ്, അതേക്കൂട്ട് തന്നെ മുന്തിരി, പിന്നെ ഇത് മുന്തിരിയുടെ തൈയാണ്. മുന്തിരി, അതേക്കൂട്ട് തന്നെ മുളക് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഓറഞ്ചാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വശമാണ്. മൊത്തം ചുറ്റിനും നമുക്കിങ്ങനെ സ്ഥലം ഉണ്ട്. അത്യാവശ്യം ലാൻഡുള്ളൊരു ഏരിയ തന്നെയാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീടും അതേകൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേകൂടെ തന്നെ ബെല്ലൈക്കൻ കൂടി ഞെക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ദിസ് ഇസ് ജിൻഡോ സൈനിങ് ഓഫ്.